രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് കൊള്ള ആരോപണം പൂർണ്ണമായും തള്ളാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പിന് മുൻപ് രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയിരുന്നു. തെറ്റുകൾ വോട്ടെടുപ്പിന് മുമ്പ് ചൂണ്ടിക്കാട്ടണമായിരുന്നുവെന്നും കമ്മീഷൻ. വോട്ടർ പട്ടികയിലെ പിഴവുകൾ സംബന്ധിച്ച എല്ലാ നിർദ്ദേശങ്ങളെയും സ്വാഗതം ചെയ്യുന്നുവെന്നും കമ്മീഷൻ പ്രസ്താവനയിൽ പറഞ്ഞു. സജു തോമസ് വിശദാംശങ്ങൾ നൽകും. സജു, നാളെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതിലായിരിക്കും രാഹുൽ ഗാന്ധിക്കൊക്കെയുള്ള മറുപടി എന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ് നമ്മൾ. ഇപ്പോൾ ഒരു പ്രതികരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് വരുന്നു. ഒരു പക്ഷേ അതിലൊരു മയപ്പെട്ട പ്രതികരണമായിട്ടാണ് നമ്മൾ കാണുന്നത്. എങ്ങനെ കാണുന്നത്? സൈഫുദ്ദീൻ, തീർച്ചയായിട്ടും നാളത്തെ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധിക്കുള്ള മറുപടിയാണെന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ ഒരു വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാകുന്നത്. നാളെ എന്ത് നയമായിരിക്കും വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുക എന്നുള്ളതിൽ വ്യക്തമായിട്ടുള്ള ഉദാഹരണമാണ് ഇപ്പോൾ കമ്മീഷന്റെ വാർത്താക്കുറിപ്പിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ 10 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ചില രാഷ്ട്രീയ പാർട്ടികളും ചില വ്യക്തികളും കമ്മീഷന്റെ നേരത്തെ തയ്യാറാക്കിയ വോട്ടർ പട്ടികയ്ക്കെതിരെ ചില ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമായിരുന്നു എന്ന നിലപാടാണ് നേരത്തെ കമ്മീഷൻ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അത് കുറച്ചും കൂടി മയപ്പെടുത്തുകയാണ്. അതായത് രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങളിൽ കൃത്യമായ മറുപടിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നും വന്നിരിക്കുന്നത്. ഇത് BLOമാരുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ഒരു നീക്കമായിട്ടാണ് നമുക്ക് ഈ 10 കാര്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ബൂത്ത് ലെവൽ ഓഫീസർമാരായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പിഴവുകളോ ഉണ്ടെങ്കിൽ കണ്ടെത്തി അത് രാഷ്ട്രീയ പാർട്ടികളെ അറിയിക്കേണ്ടത്. ആ BLOമാർ ഇത് കൃത്യമായി അവർ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ടെടുപ്പിന് മുമ്പ് ഈ വോട്ടിംഗ് ലിസ്റ്റുകൾ കരട് രേഖ നൽകുമ്പോൾ, കരട് പട്ടിക നൽകുമ്പോൾ അത് കൃത്യമായി പരിശോധന നടത്തിയിട്ടില്ല. അന്ന് പരിശോധന നടത്തിയെങ്കിൽ കൃത്യമായിട്ട് ഇതന്ന് ചൂണ്ടിക്കാട്ടാമായിരുന്നു. അന്ന് ചൂണ്ടിക്കാട്ടിയെങ്കിൽ ഇത് തിരുത്താമായിരുന്നു. പക്ഷേ ഇത് അന്ന് ചെയ്തില്ല എന്നുള്ള ഒരു മയപ്പെടുത്തുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ കമ്മീഷന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നതിലും. ഇതിന്മേലുള്ള കൂടുതൽ വിശദീകരണം നാളെ 3 മണിക്ക് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വിശദീകരണം നാളെ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. വിശദാംശങ്ങൾ നൽകിയത് സജു തോമസ്.